എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടിയിൽ വിവിധങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴികൂടെ പോകുന്ന ആൾക്കാരൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായിരുന്നാലും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി നിലവിലെ MLA സനീഷ് കുമാർ ജോസഫാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട്. അപ്പോൾ സനീഷ് കുമാർ ജോസഫ് MLA അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന LDF സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും LDF സ്ഥാനാർത്ഥിയാവാനായിട്ട് ആദ്യ പരിഗണനയിലേക്ക് വന്നത് നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം 1057 വോട്ടുകൾക്ക് സനീഷ് കുമാർ ജോസഫായിട്ട് പരാജയപ്പെട്ട ഡെന്നിസ് കെ ആന്റണി തന്നെയാണ് പ്രഥമ പരിഗണനയിൽ വന്നത്. കാരണം നിസ്സാര വോട്ടിനാണ് തോറ്റിട്ടുള്ളത്. അദ്ദേഹമാണ് ആദ്യ പരിഗണനയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഈ MLA സ്ഥാനം പോയത്. അതൊരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ചില നേരത്തെ എടുക്കേണ്ട തീരുമാനം എടുക്കാത്തതിൻ്റെ കുഴപ്പമായിരുന്നു. കാരണം കേവലം തെരഞ്ഞെടുപ്പിന് മുന്നേ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ പെട്ടെന്ന് ഈ മറുകണ്ഠൻ ചാടൽ അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് പറയുന്ന സിറോ മലബാർ സഭയുടെ മേജർ അതിരൂപതയുടെ കീഴിൽ വരുന്ന കൊരട്ടി ഫൊറോനയിലെ 3 പഞ്ചായത്തുകൾ, അത് കൊരട്ടി, കാടുറ്റി, മേലൂർ, അവിടെ ചില വിഷയങ്ങൾ വൈദികരായിട്ട് ചില സംഭവങ്ങൾ കർദിനാൾ പക്ഷവും രൂപതാപക്ഷവും തമ്മിലുള്ള ഫൈറ്റും അദ്ദേഹത്തിൻ്റെ പരാജയപ്പെടാനായിട്ടൊരു കാരണമായി. ഒരുപക്ഷെ അദ്ദേഹം ആ പ്രശ്നങ്ങളൊക്കെ ഇപ്രാവശ്യം പരിഹരിച്ച് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം മിക്കവാറും വലിയ പ്രശ്നങ്ങളിലാണ് പോയേനെ. പക്ഷെ എന്തായിരുന്നാലും പ്രഥമ പരിഗണനയിലേക്ക് വന്ന ഡെന്നിസ് കെ ആന്റണി LDF സ്ഥാനാർത്ഥി ആകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പല ഘടകങ്ങളും അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഭവം തന്നെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത വിഷയം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ മറ്റ് ചില വേറെ പ്രശ്നങ്ങളുമുണ്ട്. അതുമാത്രമല്ല, കേരള കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതൊരു പുതിയ വാർത്തയായിട്ട് നിങ്ങളോട് പറയാണ്. അതായത് ദിവസങ്ങൾക്ക് മുൻപ് കേരള കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ഡെന്നിസ് കെ ആന്റണി സ്ഥാനാർത്ഥി ആകരുതെന്ന് പറഞ്ഞ് ഒരു പ്രമേയം പാസ്സാക്കി. അത് ചെയർമാൻ ജോസ് കെ മാണിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതും കൂടി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാകും, ഒരു 100% ഉറപ്പിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു LDF സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടത്, മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടത്, ചാലക്കുടി നഗരസഭയിലെ ഹൗസിംഗ് ബോർഡിലെ കൗൺസിലറായിട്ടുള്ള VJ ജോജിയാണ്. ഈ അടുത്ത അവസരത്തിലും ഒരു പ്രമുഖ ചാനലിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. VJ ജോജി വാർഡ് കൗൺസിലറാണ്, ചാലക്കുടിയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ക്രൈസ്തവ സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ, അതുപോലെ തന്നെ ഇതര മതസമൂഹങ്ങളായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ ബന്ധം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം കുറേ നാളുകൾക്ക് മുൻപ് CPM ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു, CPM മെമ്പറായിരുന്നു. അപ്പോൾ CPM ആയിട്ട് അതിനുശേഷം അദ്ദേഹം CPM നിന്ന് പുറത്തു പോവുകയും സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും, അദ്ദേഹം ജനകീയ പിന്തുണ ഉള്ള ആളാണ്, സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. ചാലക്കുടിക്ക് അകത്തും പുറത്തും CPM അണികൾ അദ്ദേഹത്തെ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെന്നിസ് കെ ആന്റണിയുടെ കാര്യത്തിലും ആ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ LDF വലിയേട്ടനായിട്ടുള്ള CPM എത്രത്തോളമുള്ള പിന്തുണ ഈ ഡെന്നിസ് കെ ആന്റണിക്ക് ആയാലും VJ ജോജിക്ക് ആയാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവിൽ സ്വീകാര്യനാണെങ്കിലും VJ ജോജി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് LDF സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് ഈ അവസരത്തിൽ പൂർണ്ണമായിട്ടും പറയാനായിട്ട് സാധിക്കില്ല. അതിനൊരു സാധ്യത ഇല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ ആര്? അതാണ് നമ്മുടെ ചോദ്യം. പിന്നെ ആര്? എന്തായിരുന്നാലും LDF ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. LDF ഇത്തവണ ചാലക്കുടിയിൽ ഒരു ഗംഭീര പോരാട്ടം കാഴ്ചവെക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, LDF എന്ന് പറയുന്ന സംവിധാനം, അതിൻ്റെ അമരക്കാരായിട്ടുള്ള CPM അടവ് നയങ്ങളുടെ ആശാന്മാരാണ്. അടവും നയവും ചേരുന്നതാണ് ഈ സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും, ആദ്യ തെരഞ്ഞെടുപ്പും 2ാം തെരഞ്ഞെടുപ്പും LDF ചില അടവ് നയങ്ങളുണ്ടായിരുന്നു. ഈ ഇടതുപക്ഷ ഭാഷയെ പറഞ്ഞ അടവ് നയം. അപ്പോൾ ചാലക്കുടിയിൽ ഇത്തവണ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു അഴകിയ സ്ഥാനാർത്ഥിനെയാണ് ഇപ്പോൾ നിർത്താൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഴകിയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, നമ്മൾ ഉത്സവത്തിനൊക്കെ ചെന്ന് എനിക്ക് ഈ ആനനെ വിളിപ്പിക്കുന്നതിനോട് വലിയ എതിർപ്പുള്ള ആളാണ്. എന്നാലും ഈ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരു ആന അങ്ങനെ നിൽക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ആനനെ ഇതിങ്ങനെ നോക്കിട്ടോ, ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ആന അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആനനെ നമ്മൾ ഇതിങ്ങനെ നോക്കും, ഇതിങ്ങനെ ഒരു തലയെടുപ്പുണ്ട്. അപ്പോൾ ഒരു തലയെടുപ്പുള്ള ആളാണ് LDF സ്ഥാനാർത്ഥിയായിട്ടാകുന്നത്. ഒരു തലയെടുപ്പ്, അഴകുള്ള തലയെടുപ്പുള്ള ഒരു ചുള്ളനും അഴകുള്ളവനും PK ടൂപ്പിന് ശേഷം ചാലക്കുടിയിൽ നിന്നും വരുന്ന ഒരു അഴകിയ അഭിഭാഷകൻ, അങ്ങനെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, അഴകിയ അഭിഭാഷകൻ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും LDF ഇത്തവണ രംഗത്തിറക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചാലക്കുടിയിലെ ഒരു പൊതു രാഷ്ട്രീയ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാലക്കുടി അങ്ങനെ പൂർണ്ണമായിട്ടും UDF അനുകൂല ഒരു നിയമസഭാ മണ്ഡലം എന്നും പറയാൻ സാധിക്കില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ BD ദേവസി എന്ന് പറയുന്ന ആൾ ഹാട്രിക് വിജയം കൈവരിച്ചിട്ടുള്ള സ്ഥലമാണത്.
അതിന് അതിൻ്റെതായ വേറെ പല ഘടകങ്ങളുണ്ട്. PK ഉപയോഗിച്ചിട്ടുണ്ട്, KJ ജോർജ് ജയിച്ചിട്ടുണ്ട്, അങ്ങനെ പല ആളുകളും ജയിച്ചിട്ടുണ്ട്. BP ജോർജ് ജയിച്ചിട്ടുണ്ട്, സാത്തു ലക്ഷ്മണൻ ജയിച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് UDF ഒരു സ്വല്പം അനുകൂലമായിട്ടുള്ള സംഗതി ഉണ്ട്. UDF സംഗതി അനുകൂലമായ സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷേ അവിടെ LDF വളരെ തന്ത്രപരമായിട്ടുള്ള ചില സംഭവങ്ങൾ രംഗത്തിറക്കും, ചില തുറുപ്പുചീട്ടുകൾ രംഗത്തിറക്കും. പൊതുവെ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളുള്ള ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ അത്തരം സമുദായത്തിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരാനായിരിക്കും, അതും ഞാൻ ഈ പറഞ്ഞ മാതിരി തലയെടുപ്പുള്ള അഴകിയ ഒരാളെ, എന്നാൽ ചാലക്കുടിക്കാരുടെ ഒരു വികാരമായിട്ടുള്ള, ചാലക്കുടിക്കാർക്ക് ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഒരു വികാരമായിട്ടാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരാളായിരിക്കും മിക്കവാറും സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. അങ്ങനെ ഒരാളെ LDF കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചാലക്കുടിയിലെ മറ്റ് പഞ്ചായത്തുകളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ, മറ്റ് പഞ്ചായത്തുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന അഴകിയ അഭിഭാഷകൻ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ അവിടെ അയാൾക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്താണെന്നറിയോ? അദ്ദേഹം ആർക്കും എതിരല്ല, ഒരു സൗമ്യനാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞ ഒരു പുഞ്ചിരിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഒരു ജെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിങ്ങനെ ഒന്ന് നോക്കി പോകും. ആളൊന്ന് എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞ് തുടങ്ങാനായിട്ട് എനിക്ക് എല്ലാവരും ഇങ്ങനെ നോക്കും. അങ്ങനെ ഒരു ആകർഷണത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ അനുകൂല ഘടകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് ഇല്ലാത്തൊരു സംഭവം പറഞ്ഞു, ഇവിടെ CPM വളരെ ഉറച്ച മനസ്സോടുകൂടി ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്നുള്ള ആവേശത്തോടുകൂടി ഇദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ എതിർപ്പുകളില്ലാതെ കൂടെ നിൽക്കും. CPMന്റെ പ്രധാനപ്പെട്ട കോട്ട പഞ്ചായത്തുകളൊക്കെ കട്ടക്കി നിൽക്കും. പിന്നെ CPMന് എപ്പോഴും ബാലികാറാമല എവിടെയാ? ചാലക്കുടി നഗരസഭ. ആ ചാലക്കുടി നഗരസഭയിൽ ഈ അഴകിയ അഭിഭാഷകനെ വെച്ച് LDF ഒരു അടവ് നയം കാണിക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വിഷമത്തിലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒതുക്കപ്പെട്ടു പോയി. അദ്ദേഹം അങ്ങനെ ഒതുക്കപ്പെടേണ്ട ഒരു വ്യക്തിയൊന്നല്ല. അദ്ദേഹം ഒതുക്കപ്പെടേണ്ട വ്യക്തിയല്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ മികച്ച സ്ഥാനങ്ങൾ രാഷ്ട്രീയത്തിൽ കിട്ടേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഒതുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ LDF അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നിയമസഭാ സാമാജികനായിട്ട് ചാലക്കുടിയിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം PK ടൂപ്പിന് ശേഷം ചാലക്കുടിക്കാരനായ ഒരാൾ പിന്നെ വേറെ ആരും വന്നില്ല. ചാലക്കുടി വേറെ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു, BD ദേവസ്വം കൊറ്റി പഞ്ചായത്ത് തന്നെ. ചാലക്കുടിയിൽ നിന്ന് ഒരാൾ വരണം. അത് LDF മികച്ച ഒരു തീരുമാനത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞ മാതിരി അഴകിയ അഭിഭാഷകൻ രണ്ടിലെ തണലിൽ വരുമായിരിക്കുന്നുണ്ടത്രേ. കാര്യങ്ങൾ LDFന്റെ ബോട്ട് ചിറയിലേക്ക് അടുത്ത് കഴിഞ്ഞു. അങ്ങനെ ചിറയിലേക്ക് അടുത്ത് കഴിഞ്ഞപ്പോൾ വേറെ ചിലർ മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്നുള്ള രീതിയിലും ചാലക്കുടിയിൽ നടക്കുന്നുണ്ട്. പുത്തുപറമ്പിൽ കണ്ണും നട്ട് ചില സുമനസപ്പന്മാരും കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് നീക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുത്തുപറമ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടൊരു പ്രദേശം, നിങ്ങൾക്ക് അറിയില്ല പുത്തുപറമ്പിനെ പറ്റി. അപ്പോൾ പുത്തുപറമ്പിനെ പറ്റി അങ്ങനെയുള്ള പുത്തുപറമ്പ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ കണ്ണും നട്ട് ചില സുമനസപ്പന്മാരും നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും അഴകിയ ലൈല അല്ല, അഴകിയ അഭിഭാഷകൻ ഇങ്ങനെയാണ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതിനൊക്കെ ഒരു ലുക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഏകദേശം ആകെ ടോട്ടൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. LDF ഇത്തവണ 2 കൽപ്പിച്ചാണ്, അല്ല 50-30 കൽപ്പിച്ചാണ്. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. തവണത്തെ പോര് ഒരു പോരായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതിന് മുൻപ് ഈ കഴിഞ്ഞ 5 വർഷം വികസന നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ വിലയിരുത്തണം. ചാലക്കുടി പട്ടണത്തിലൂടെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾക്കൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? വികസനങ്ങൾ എവിടേക്കാണ് നിന്നിട്ടുള്ളത്? ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ഥാനാർത്ഥികൾ ഇനിയും ചാറ്റൽ മഴ പോലെ പല മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അഴകിയ അഭിഭാഷകൻ അത് ഒരേ ഒരാൾ മാത്രം. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.